നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു. കുറ്റബോധം കൊണ്ട് മാത്രമാണ് അങ്ങനെയൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഖേദിക്കുന്നു. നിങ്ങളെയൊക്കെ ശരിയായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നതാണ് ശരി. പറഞ്ഞു കേട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. എന്തു ചെയ്യാം, നല്ലത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നോടുള്ള താല്പര്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. വേണ്ടതെല്ലാം നിങ്ങൾ നിർലോഭം എനിക്ക് തന്നു. സമാധാനത്തോടെ തല ചായ്ക്കാനൊരിടം, എന്നെ കാണാനെത്തുന്ന നല്ല മനസ്സിൻ്റെ ഉടമസ്ഥർ എല്ലാം കരുതലോടെയും കൂടെ നിന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് നീറുന്നു. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഒരു വാക്ക് ആ നിമിഷം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും വിരലുകൾ കൊണ്ട് ഒന്ന് തടുത്തിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേൻ. എങ്കിൽ എനിക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരികയില്ലായിരുന്നു. നിങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. വാർത്തകളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പരിഭ്രാന്തിയും വെപ്രാളവും എനിക്കറിയാത്തതല്ല. പക്ഷേ ഞാനും ഒരു ജീവനല്ലേ, എനിക്കുമില്ലേ മോഹങ്ങളും സ്വപ്നങ്ങളും. കുറേ ദിവസം ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ നിങ്ങളെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ അവസാനം ഒരുക്കിയ പൽബവ്യൂഹത്തെ ഭേദിക്കുവാൻ എൻ്റെ കൈകൾക്ക് ശക്തിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ തിരികെ വരികയാണ്. ഒരഭ്യർത്ഥന മാത്രം. ആ സത്യം എന്തെന്ന് എനിക്ക് മാലോകരോട് വിളിച്ചു പറയണം. അതിനായി ദയവ് ചെയ്ത് ഒരു പത്രസമ്മേളനം തരപ്പെടുത്തി തരണം. എൻ്റെ ഗതികേട് എനിക്കല്ലേ അറിയൂ. ഇനിയും വൈകിയാൽ സ്വർണ്ണപ്പാളി കടത്തിയതും ചെന്നൈയിലുള്ള ഞാനാണെന്ന് പറയാൻ ആളുണ്ടായെന്നിരിക്കും. പാലകനെയാണ് എന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ സമ്മതിച്ചേനെ. പലരുടെയും ജീവനെടുക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേയുണ്ട്. പക്ഷേ പാലകപ്പാളി, മോഷണം എൻ്റെ രീതിയേ അല്ല. അക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെക്കാൾ നേരും നെറിയുമുണ്ട്. സ്വർണ്ണക്കള്ളൻ എന്ന പേര് കേൾപ്പിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതിലും ഭേദം ഈ ഉള്ള പാരതന്ത്ര്യത്തിൽ ഇഷ്ടകാലം ജീവിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നിരാശയിലും ഉത്കണ്ഠയിലും കുതിർന്ന മനസ്സോടെ ഞാൻ തിരികെ വരുന്നു. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റാവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയുന്നു എന്ന് ഗതികെട്ടവനായ, എൻ്റെ പേര് പറയാൻ നാണമുണ്ട്, എങ്കിലും പറയാതെ വയ്യല്ലോ, ഷേരു, മൃഗശാല, വണ്ടല്ലൂർ, ചെന്നൈ, പിൻകോഡ് 600048.